ഒരു കൊല്ലത്തിൽ ദുആക്ക് കൃത്യമായും ഉത്തരം ഉറപ്പുള്ള രാത്രികൾ 15. ആ രാത്രികളിൽ ദുആക്ക് ഉത്തരം ഉറപ്പാണ്. മിൻ കുല്ലി ഖൈരി മാ ഫി ദുനിയ വൽ ആഖിറ. ദുനിയാവിലെ കാര്യം ചോദിച്ചാലും ആഖിറത്തിലെ കാര്യം ചോദിച്ചാലും 15 രാത്രികളിൽ അല്ലാഹു തട്ടൂല. അതിൽപ്പെട്ട രാത്രിയാണ് ഏത്? അവ്വലു ലൈലത്തിൻ മിൻ റജബ്. റജബിലെ ആദ്യത്തെ രാത്രി. മനസ്സിലാവുണ്ടൊക്കെ പറഞ്ഞത്? കണ്ണേറ്, ചേറ്, മറ്റത് മറിച്ച് ഇങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ടാവും. അല്ലാഹു കാക്കട്ടെ. വർക്കപ്പുറം അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പലതും ഉണ്ടാവും. ഒരു നല്ലൊരു ഏർപ്പാട് നടത്തുന്നവർക്ക് കണ്ണേറുണ്ടാവും. സൈനബ് ബീവിയുടെ വീട്ടിൽ ഒരു ബാല്യക്കാരത്തി പെണ്ണായ ഒരു എന്താ പറയുക സർവൻ്റ് ഉണ്ടായിരുന്നു. ആ സർവൻറ്റിനെ റസൂൽ അങ്ങനെ പോയപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു, ഇന്ന ബിഹാല ഐനൻ, ആ കുട്ടിക്ക് കണ്ണേർ പറ്റിയിട്ടുണ്ട്, ഒന്ന് മന്ത്രിക്കണം കേട്ടാ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. കണ്ണേർ പറ്റിയിട്ടുണ്ട്. അൽ ഐനു തൂസിലുൽ ജമല ഇലൽ ഖദരി വൽ മർഅ ഇലൽ ഖബരി. കണ്ണേർ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ണേർ പറ്റിയാൽ എത്ര ഓടുന്ന ഒട്ടകമാണെങ്കിലും ചട്ടിയിലെത്തും, എത്ര കരുത്തനായ മനുഷ്യനാണെങ്കിലും ഖബറിലെത്തും. ചിലപ്പോൾ സിഹിറിനേക്കാൾ കരുത്താണ് എന്തിന്? കണ്ണേറിന്. ഭയങ്കര കരുത്താണ്. കണ്ണോട് നോക്കിയാൽ തന്നെ ഉണ്ടാവും. ഏറ്റവും കണ്ണേർ പറ്റുന്ന ഒരാളാണ് ഞാൻ. സത്യ. കാരണം 1000 ആളുള്ള ഒരു മജ്‌ലിസിൽ 2000 കണ്ണിങ്ങനെ നോക്കും. കണ്ണേർ പറ്റും. കണ്ണപ്പെടാതെ നോക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇസ്തഈനു അലാ ഇൻജാഹിൽ ഹവായിജ് ബികിത്മാനിഹ. നോക്കി നമ്മൾ പറയും, നോക്കിയാ കണ്ണേർ പറ്റും. കണ്ണിന് ഭയങ്കര കരുത്താ. മനുഷ്യന്റെ ഓരോ സാധനത്തിനും കരുത്താ, ഭയങ്കര കരുത്താ. അതിന്റെ സെക്കൻഡ് ചാപ്റ്റർ ഞാൻ പിന്നെ പറയും. നിങ്ങൾ ആദ്യം 1ാം ക്ലാസ്സൊക്കെ കയറിയാലല്ലേ 2ാം ക്ലാസ് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. 1ാം ക്ലാസ്സിലേക്ക് കയറി 1ാം ക്ലാസ് കയറി ക്ലിയർ ആയാൽ നമുക്ക് 2ാം ക്ലാസ് പറയാം. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. കണ്ണേർ പറ്റും. കണ്ണേറിന് ഇടക്കിടക്ക് എന്തിന് ചെയ്യുന്നത്? കണ്ണേറിനുള്ള അമലുകൾ ചെയ്യും. എപ്പോഴും കണ്ണേർ പറ്റും. കണ്ണേർ പറ്റിയ പ്രയാസങ്ങളുണ്ടാവും. കണ്ണേർ കാരണം പനി ഉണ്ടാവും, കണ്ണേർ കാരണം തലവേദന ഉണ്ടാവും, കണ്ണേർ കാരണം ഹമ്മ ഉണ്ടാവും. എന്താ കാരണം എന്നറിയില്ല. വെറുതെ ഒരു ദുഃഖം, ഒരു സുഖല്ല. യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ. മക്കളെ, നിങ്ങൾ ഒരു വാതിലിലൂടെ കടക്കരുത്. വദ്ഖുലു മിൻ അബ്വാബിൻ മുതഫരിഖ. വേറെ വാതിലിലൂടെ കയറി വരണേ. 10 മക്കളോട് ഉപദേശിച്ചു. ആര്? യാഖൂബ് നബി. കാനു മൗസൂഫി ജമാലി വൽ കമാൽ. യൂസഫ് നബിന്റെ ഏട്ടന്മാരല്ലേ, കുറച്ച് ചുരുക്കുണ്ടാവുമല്ലോ. കാനു മൗസൂഫീന ബിൽ ജമാൽ, ഭയങ്കര സുന്ദരന്മാർ. വൽ കമാൽ, പൂർണ്ണത. നമ്മളെപ്പോലെ എന്തല്ല കോട്ടിട്ടാണ്ട് ഒപ്പിക്കൽ, ഇങ്ങനെ കുഴഞ്ഞു പോയ ആളുകളാണ്. എന്ത് ചെയ്യാം? അറബികൾക്ക് കൂട്ടറിന്റെ ആവശ്യമില്ല. അറബികൾ കണ്ടിട്ടില്ലേ എന്തായാലും വേണ്ട പേഴ്സണാലിറ്റി. ഞാൻ മസ്കറ്റിൽ നിന്ന് സലാലേക്കിലേക്ക് ഫ്ലൈറ്റിൽ പോവാം. അപ്പോൾ നിറഞ്ഞിരിക്കുക. അത് അങ്ങനെ കാണൂല, വേറെ അറബ് നാട്ടിലേ കാണുള്ളൂ. ജിദ്ദയിൽ ഇങ്ങോട്ട് വരുമ്പോഴും 90% മലയാളികൾ, 99 മലയാളികളായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഏത് ട്രെയിൻ ഫ്ലൈറ്റ് യാത്രയിലും അങ്ങനെ ഇരിക്കും. പക്ഷെ ഒരു അറബ് നാട്ടിലെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ പോയാൽ 99% അറബികളായിരിക്കും. അപ്പം എൻ്റെ കൂടെ ഒരാളുണ്ട്. അത് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കൂടെ ഒരാളുണ്ട്. അങ്ങനെ ഞങ്ങൾ മസ്കറ്റിലും സലാലിലേക്ക് പോവാം. ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. നിറഞ്ഞിരിക്കുക അറബികൾ, നിറച്ചൊരു പോലെ ഫ്ലൈറ്റ് നിറച്ച്. അപ്പം ഞാനിരിക്കുക കൗതുകം കൊണ്ട് എന്ത് ചെയ്തെന്നറിയോ? സീറ്റ് ബെൽറ്റൊക്കെ ഫ്ലൈറ്റൊക്കെ പൊസിഷനിൽ എത്തിയതിന് ശേഷം ഞാൻ മുന്നേ പോയി ഒന്ന് നിന്നിട്ട് അറബികളെ എന്തൊരു ചുരുക്കാന്ന് നിങ്ങൾ വിചാരിച്ച്. ഭയങ്കര ചുരുക്കാണ്. ആര്? അല്ലാ, ഭയങ്കര ചുരുക്കല്ലേ. ഒന്ന് ഹൈ പേഴ്സണാലിറ്റി. ഇതൊക്കെ ഭയങ്കര കൃത്യമായിരിക്കും. നമ്മൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഒപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ്? അറബികൾക്ക് കോട്ടിടണ്ടോ. ഒരു കാര്യങ്ങൾ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടു പോകണമെങ്കിൽ ജനങ്ങളെ കണ്ണിൽപ്പെടാതെ നോക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ. നമുക്ക് കണ്ണിൽപ്പെടാതെ ഒന്നും നടക്കൂല. കണ്ണിൽപ്പെട്ടിട്ട് നടക്കുള്ളൂ. കണ്ണിൽപ്പെട്ടാൽ കണ്ണീറുണ്ടാവും. ഒരു യോഗ്യത നിങ്ങൾക്ക് കിട്ടിയാൽ, ഒരു അനുഗ്രഹം കിട്ടിയാൽ മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ നോക്കണേ. എന്തുകൊണ്ട്? അനുഗ്രഹം കിട്ടിയ ഏതൊരാളുടെ പിന്നിലും അസൂയക്കാരൻ ഉണ്ടാവും. അനുഗ്രഹം കിട്ടിയവന്റെ ഏതൊരാളുടെ പിന്നിലും അസൂയക്കാരൻ ഉണ്ടാവും.
എനിക്ക് കണ്ണേർ പറ്റൂല എന്ന് പറഞ്ഞാൽ ഓൻ തെണ്ടിയാണ് അതിൻ്റെ വേന. തെണ്ടിയാവും പറ്റൂല. തെണ്ടികളെ കൂട്ടത്തിലും എവിടേക്ക് ഇറങ്ങിയാലും 10 ഉറുപ്പിക കിട്ടുന്ന തെണ്ടി ഉണ്ടെങ്കിൽ ഓനോട് അസൂയ ഉണ്ടാവും. ഓൻ ഒരു ദിവസം തെണ്ടിയാ 3 ദിവസം കിടക്കേണ്ടി വരും. തെണ്ടിയാണെങ്കിലും ഉണ്ടോ അതിലൊരു സ്മാർട്ട്നെസ് ഉണ്ടാവില്ല ചില തെണ്ടികൾക്ക്. നല്ല അസൂയ ഉണ്ടാകും. ആദ്യത്തെ രാത്രി കണ്ണേറ് സേറ് ഇങ്ങനെ തുടങ്ങി ചില അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയല്ല ടക്കിന് പൊട്ടിപ്പോവും. അല്ലാഹു തആല ഞങ്ങൾക്ക് കടത്തിന് വേണ്ടിയുള്ള ഒരു ദുആ ചെയ്യാതെ റസൂലുള്ളാഹി ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ദുആ ഇല്ലേ? ഉണ്ട്. ഒരു രാത്രിയിലും നബി ഉറങ്ങിയിട്ടില്ല. ഈ ദുആ ചെയ്യാതെ اللهم رب السماوات ورب الأرض ورب العرش العظيم ربنا ورب كل شيء فالق الحب والنوى منزل التوراة والإنجيل والقرآن نعوذ بك من شر كل ذي شر أنت آخذ بناصيته أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقض عنا الدين واغنني من الفقر. റജബ് മാസത്തിലെ 1-ാം രാവിനെ ഈ ദുആ ചെയ്തിട്ട് കടം വീടിയ ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. കോടിക്കണക്കിന് കടമുള്ള ഒരാള്. ഒരു യാത്രയിൽ ഒരാൾ എന്നോട് ചോദിച്ച്, അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ് അയാൾക്ക് റജബിൽ ഇങ്ങനത്തെ അവസരം കിട്ടി. കട അല്ലാഹു വഴി തുറന്നു കൊടുത്ത്. അല്ലാഹുമ്മ റബ്ബസ് സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അളീം റബ്ബനാ വറബ്ബ കുല്ലി ഷൈഇൻ ഫാലിഖൽ ഹബ്ബി വന്നവാ മുനസ്സിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ നഊദു ബിക മിൻ ശർരി കുല്ലി ദീ ശർരിൻ أنت آخذ بناصيته أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء وأنت الظاهر فليس بعدك شيء وأنت الباطن فليس دونك شيء يقل عني الدين واغنني من الفقر. റജബിന്റെ എല്ലാ രാത്രിയും ദുആ നാളെ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്താർത്ഥം അല്ലാഹുമ്മ അല്ലാഹുവേ റബ്ബസ് സമാവാതി എല്ലാ റജബിന്റെ രാത്രിയും ദ്വാരനാളാ കടം വീടും പ്രയാസങ്ങൾ ആര് തീർത്തരും? അല്ലാഹു. അതിന്റെ അടക്കം ഒറ്റടിക്ക് പിറ്റേന്ന് 40 കോടിന്റെ കടം വീടുന്നല്ല, അവസരം തുറന്നു തരും. ഇപ്പൊ ജപ്തിക്ക് വരാന്ന് പറഞ്ഞ ആൾ താമസം ചെയ്തു തരും. പിന്നെ മെല്ലെ 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 ലെവലാക്കി തരും. മനസ്സിലായില്ലേ? ആ ജാതി മുസീബത്തിന്റെ പണികൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും മോശത്തരം ഉണ്ടാവുമ്പോ അതൊക്കെ നീങ്ങിക്കളയാണെങ്കിൽ കുറച്ച് പണിയെടുക്കേണ്ടി വരും. മനസ്സിലായി പറഞ്ഞത്? അവനുണ്ടാക്കിയ അബദ്ധം കൊണ്ടാണ് ഇന്ന് നമ്മളെ കടങ്ങളെല്ലാം മണിയക്കത്തെ സദാ സൂക്ഷിച്ച് ജീവിച്ചവർക്ക് ദാരിദ്ര്യം വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുകൂടി അല്ലാഹുമ്മ അല്ലാഹുവേ റബ്ബസ് സമാവാതി ആകാശങ്ങളുടെ രക്ഷിതാവേ റബ്ബൽ അർളി ഭൂമിയുടെ രക്ഷിതാവേ റബ്ബൽ അർശിൽ അളീം മഹാ അർശിന്റെ രക്ഷിതാവേ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ റബ്ബ കുല്ലി ഷൈഇൻ ഏതൊരു വസ്തുവിന്റെയും രക്ഷിതാവേ ഫാലിഖൽ ഹബ്ബി വിത്തിനെ പിളർത്തിയിട്ട് ചെടിയാക്കി തന്നവനെ വന്നവാ കുരുവിനെ പിളർത്തിയിട്ട് വൃക്ഷമാക്കി തന്നവനെ. മനസ്സിലായില്ലേ? മുനസ്സിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഖുർആൻ മുനസ്സില തൗറാത്തി 1-ാം വേദമായ തൗറാത്ത് ഇറക്കി തന്നവനെ വൽ ഇൻജീലി ഇൻജീൽ ഇറക്കി തന്നവനെ വൽ ഫുർഖാ വൽ ഖുർആൻ ഖുർആൻ ഇറക്കി തന്നവനെ. പിന്നെ നഊദു ബിക നിന്നോട് ഞാൻ അഭയം തേടുന്നു മിൻ ശർരി കുല്ലി ദീ ശർരിൻ എന്നെ ഉപദ്രവിക്കുന്ന ഏതൊരു വസ്തുവിന്റെയും ഉപദ്രവത്തെ തൊട്ട് അൻത ആഖിദും ബിനാസിയതിഹി ഏതൊരുത്തന്റെയും മൂർത്താവ് നിന്റെ കയ്യിലാണല്ലോ. ഈ വിട്ടാലല്ലേ ഒന്നെ ഉപദ്രവിക്കുള്ളൂ. അന്തൽ അവ്വലു നീയാണ് ആദ്യത്തെ ആൾ. ഫലൈസ ഖബലക ശൈഉൻ ഫൗകക എന്ന് പറഞ്ഞു ആദ്യം, അത് തെറ്റാണ്. അന്തൽ അവ്വലു നീയാണ് ആദ്യത്തെ ആൾ. ഫലൈസ ഖബലക ശൈഉൻ നിനക്ക് മുമ്പ് വേറൊരാളില്ല. വഅന്തൽ ആഖിറു ഞങ്ങളൊക്കെ ഇവിടുന്ന് പോയാലും അവസാനം ഉണ്ടാകുന്നതും നീ തന്നെയാണ്. ഫലൈസ ബഅദക ശൈ നീ പോയിട്ട് ഇനി ഒരാൾ ഉണ്ടാവാനില്ല.
മനസ്സിലായില്ലേ? പിന്നെ എല്ലാത്തിന്റെയും മീതെ നീയാണ്. ഫലൈസ ഫൗകക ശൈ, നിന്റെ മീതെ വേറൊരാളില്ല. വഅൻതൽ ബാത്തിനു, ബാത്തിലൂനല്ല, ലാമല്ല, എന്ത് ബാത്തിനു, നൂന്, പരോക്ഷവും നീ തന്നെയാണ്. ഫലൈസ ദൂനക ശൈ, നിന്റെ അപ്പുറത്ത് ഇനി വേറൊരു പരോക്ഷമില്ല, നിന്റെ ഉള്ളിൽ ഇനി വേറൊരു ഉള്ളില്ല. അതുകൊണ്ട് നീ വീട്ടിൽ തരണം, എന്നെ തൊട്ട് അദ്ദൈന, കടത്തിനെ, വഗ്നിനി, നീ എനിക്ക് സമ്പന്നത തരണം, അനിൽ ഫഖരി, വഗ്നിനി മിനൽ ഫഖരി, മിനൽ ഫഖരി, എന്തിനെ തൊട്ട്? ദാരിദ്ര്യത്തെ തൊട്ട് നീ എനിക്ക് ഐശ്വര്യം തരുകയും വേണം എന്ന്. മനസ്സിലായില്ലേ? മാനാമൻ അൻ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബിബിയെ തൊട്ട് മാനാമൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ലൈലത്തിൻ, ഒരു രാത്രിയും നബി ഉറങ്ങിയിട്ടില്ല. ഹത്താ യദ്ഉവ ബിഹാദാ ദുആ, ഈ ദുആ ചെയ്യാതെ ഒരു രാത്രിയും നബി ഉറങ്ങിയിട്ടില്ല. റജബാണ് വരാൻ പോകുന്നത്, എല്ലാ രാത്രിയും ചെയ്താളി, പിന്നെ എന്തായിമാക്ക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? റജബാണ് വരുന്നത് കേട്ടോ. റജബ് ഭയങ്കര റഹ്മത്ത് ഉണ്ടാവുന്ന മാസമാണ്. അല്ലാഹു തആല റഹ്മത്തിനെ തുറന്നു തരട്ടെ. എല്ലാ ദിവസവും എന്ത് ചെയ്യുക? ഈ ദുആ ചെയ്യുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.